നമ്മളപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യട്ടെ. ഞാൻ അച്ഛനും കൂടിയിട്ട് എന്താ പറയുക അമ്മയ്ക്ക് അര പൊട്ടിക്കാൻ പോവുകയാണ്. ഞങ്ങൾ എന്നും പോവാറില്ല, എന്നാലും പൊട്ടിയിട്ട് ഇന്ന് പോവും. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അച്ഛൻ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വറകും എടുക്കുന്നുണ്ട് കേട്ടോ കൂടെ. അച്ഛൻ വറകും എടുക്കുന്നുണ്ട്. എൻ്റെ ഇത് പുതിയ കമ്മലാണ്ടോ എൻ്റെ കാതിലിട്ടത്. ഇത് ഞാൻ ഉണ്ണിക്ക് എന്താ പറയുക ഒരു വയസ്സ് കഴിഞ്ഞിട്ട് എന്താ പറയുക ഉണ്ണിക്കൊരു വയസ്സ് കഴിഞ്ഞിട്ട് ഇട്ടെടുക്കാന്ന് വെച്ചിട്ടുള്ള കമ്മലാണിത്. അത് ഞാൻ എടുത്തിട്ടു. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കമ്മലുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് അത്യാവശ്യം ഡേറ്റ് അതുകൊണ്ട് പോയില്ല തോന്നുന്നു. അതുകൊണ്ട് അച്ഛൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെന്നും എന്നും എന്നും പെറുക്കാറില്ല, അവിടേക്ക് തന്നെയാണ് പോകുന്നത്. എന്നും ഞങ്ങൾ പെറുക്കിട്ടോ, അവിടേക്കാണ് ഞങ്ങൾ പോണത്. ഞാൻ പോവുകയാണ്. നിങ്ങൾ വിചാരിക്കണ്ടേ എന്താ പറയുക ഈ മഞ്ഞക്കുത്ത് എന്താന്ന്, അതെന്താണെന്നറിയോ? ഞാൻ ബാക്കിൽ സൂര്യനെ കാണിക്കുന്നതുകൊണ്ട് എന്താ സൂര്യനെ കാണിക്കുന്നതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ് ഈ മഞ്ഞക്കുത്ത്. ഉണ്ടോ മഞ്ഞക്കുത്ത് വരുന്നത്? പ്രകാശം സൂര്യൻ്റെ വെളിച്ചം നട്ടിട്ട് വരുന്നതാണ് ഈ മഞ്ഞക്കുത്ത്. അച്ഛൻ വലിയൊരു കയറ്റം കയറിയുണ്ട്. അമ്മേ ഞാൻ പങ്ങോട്ട് വീണായിരുന്നു, അതുപോലെ ഉണ്ടായിരുന്നു. ആ കയറ്റം കയറിയപ്പോൾ അമ്മേൻ്റെ ചെരുപ്പൊന്ന് സ്ലിപ്പായിട്ടോ. അച്ഛൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ നേരത്തെ തലയിട്ട് കാണിച്ചില്ലേ, അത് അച്ഛനാട്ടോ. ഉണ്ടോ മഞ്ഞക്കുത്ത് വന്നില്ലേ സൂര്യനെ കാണിച്ചപ്പോൾ? എപ്പോൾ നോക്കുന്നത് ഞാൻ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നൊരു കുന്ന് കയറി അച്ഛൻ ഒരു വടീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അച്ഛൻ ഒരു വടീനെ പിടിച്ചിട്ടുണ്ട്. എന്താ വടീനെ പറിച്ചെടുക്കാൻ ഉദ്ദേശത്തിലാണ്. പറിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. പറിച്ചെടുക്കാറായി എടുക്കും. പറിച്ചെടുക്കണ്ട കേട്ടോ. അച്ഛയിൽ തൂങ്ങി പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്, ഓരോ തൂങ്ങി പിടിക്കാൻ ഇല്ല കേട്ടോ ഗൈസ്. എന്നിട്ട് അപ്പുറത്തേക്ക് തിരിക്കുന്നുണ്ട് കേട്ടോ. എന്താണാവോ? ഇരിക്കുന്നുണ്ട്. നല്ല ആഞ്ഞു പിടിച്ചോ അല്ലസാ വിളിക്കണ്ടേ വിളിച്ചോ? അങ്ങനെ തൊടിയിലെത്തുക. പിടിച്ചോ എലിച്ച് ഇത്രയൊക്കെ പകുതിയൊക്കെ പുറത്തെടുത്തിട്ടോ ഗായ്സ്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതോ പുറത്തെടുത്തങ്ങനെ എങ്ങനെയൊക്കെ എന്താ അങ്ങനെ അച്ഛൻ വെട്ടുന്നുണ്ടോ? അച്ഛൻ വെട്ടുണ്ട് കേട്ടോ. ഉണ്ടോ അച്ഛൻ വെട്ടാണേ. ഉണ്ടോ കുട്ടിയൊക്കെ നോക്കുന്നുണ്ട്. എന്താണോ ഇട്ടേക്കുന്നത്? അച്ഛൻ വേറൊരു തട്ടെടുത്തിട്ടായിരുന്നു കുട്ടിയുണ്ട്. എന്താ പിന്നെ അത് താത്തിട്ട് ഞാൻ തണ്ടെടുക്കാൻ പോവാണ്. തണ്ടെടുത്തിട്ട് നല്ല കാണാട്ടോ ഗൈസ്. തണ്ട് നല്ല കാണാനൊക്കെ പൊക്കാൻ പറ്റുന്നില്ല. ഫുട്ബോൾ ഗ്രൗണ്ട് അതാ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചൊക്കെ കാണാൻ പറ്റൂതാ. എന്താ ഫുട്ബോൾ ഗ്രൗണ്ട്, അതാണ് ഫുട്ബോൾ ഗ്രൗണ്ട്. അച്ഛൻ പറഞ്ഞ് പറ്റട്ടെ, ഞാൻ ഇവിടെ ഇരിക്കുക. ഈ കുന്നിട്ടിരുന്നു കേട്ടോ. നല്ല കുത്തല. ഞാൻ കുത്തി വലിപ്പളകി. ഓക്കെ ഗൈസ്, അച്ഛപ്പതാ അവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെട്ടിയിട്ട് ഇപ്പോൾ തരുവാനാകും കേട്ടോ. വെട്ടുണ്ട്. ഒരു കൊമ്പ് പറിച്ചെടുത്ത് ഉണ്ടോ? ഒരു കൊമ്പ് കൊടുത്ത് പറിച്ചെടുത്തില്ലേ? അച്ഛ അടുത്ത കൊമ്പ് വെട്ടാൻ പോവാണ്. വെട്ടോന്നാവോ? അതുകൊണ്ട് വീടുന്നൊക്കെ പറയുന്നത്.
വെള്ളം ഇട്ടുണ്ട് കേട്ടോ. തെറിച്ച് കൊണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. തെറിച്ച് കൊണ്ട് പറയണം, ശ്രദ്ധിച്ച് നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഞാൻ ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും. എന്നിട്ട് ഞാനൊരു ചെടിയെടുത്തേക്ക് പോയിട്ടോ. അത് ഞാൻ എന്നും കാണിക്കാറുണ്ട്. ഔഷധമാവേണ്ട ഒരു ചെടിയില്ലേ, ആ ചെടിയെടുത്തേക്ക് പോയി. അന്ന് തൊട്ടൊക്കെ നല്ല സുഖം കിട്ടോ. ഈ ഔഷധത്തെ ചെടീനെ കണ്ടിട്ടുള്ളവരൊക്കെ കമൻറ്റിൽ പറയുക. കണ്ടിട്ടുള്ളവരൊക്കെ ലൈക്ക് ചെയ്യുക. ഇന്ന് ഞങ്ങളുടെ അടുത്ത് കുറേ ഉണ്ട് കേട്ടോ. ഈ പാടായ വണ്ണം കുറച്ച് അവിടെയൊക്കെ നിറച്ച് ആ പച്ച കാണുന്നത് മൊത്തം ഇല്ലേ ഔഷധ ചെടികളാണ്. ഫുള്ള് പച്ചി ആ പച്ച വണ്ണുണ്ടോ അവിടെ മൊത്തം ഔഷധ ചെടികളാണ്. അതാണ് എടുത്തു വരെ കാണിച്ചത്. ചീത്ത പറയുന്ന അപ്പം ഞാൻ എടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ ഒരു കൊന്ന ചെടി എടുത്ത് ഞാൻ കൊണ്ടുവരുന്നു. ഒക്കെ ചെടികളാ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ. നല്ല രസമുണ്ട് കാണാൻ. എന്തിഷ്ടമാണ് എൻ്റെ മണം. നല്ല മണം കേട്ടോ. ഉണ്ടോ മണം ഉണ്ടോ? നല്ല മണം ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലൂടാ ആവശ്യമുണ്ട് ചെടികളാ. മൊത്തം ഔഷധ ചെടികളല്ല. ഞാൻ ഇവിടുന്ന് നോക്കിയപ്പോൾ അതാ ദൂരെ ഒരു വെള്ളക്കുത്തി. ഉണ്ടായിരിക്കുന്നത് വെള്ളക്കുറ്റി. അതായിരിക്കുന്നുണ്ടോ വെള്ളക്കുറ്റി? അതാണ്. ഞാൻ ദൂരെ നോക്കിയതാ ആ വെള്ളക്കുത്തി. ഞാൻ ദൂരെ നോക്കുന്ന സമയത്ത് അച്ഛൻ ഇവിടെ പകുതി മുക്കാലും വിട്ടി കാണിച്ചരാ. എന്നിട്ട് അത് ആ മരം വീഴ്ത്തിട്ടൊക്കെ മുട്ടൊക്കെ ഇതാണ്. എന്താ മരത്തിൻ്റെ കൂടെ നോക്ക്. ഇതാണ് മരത്തിൽ കിട്ടിയ കഷ്ണങ്ങൾ. എന്താ കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ടാ കേട്ടോ. കഷ്ണങ്ങൾ 5-6 തോന കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ മരത്തിൻ്റെ പകുതി ചില്ലയിൽ നമ്മൾ പൊട്ടി. അത് ആ മരം ഇവിടെ നിന്ന് മുഴുവൻ നീളുണ്ട് കേട്ടോ. ഉണ്ട് അല്ലല്ല. എന്താ അച്ഛനുണ്ടോ? അച്ഛനെ ഉൾപ്പെടുത്തുന്നതാന്ന് പറഞ്ഞതാ. എന്നിട്ട് ഞാൻ അച്ഛനെ ഉൾപ്പെടുത്തി. എന്നിട്ട് അച്ഛ വറകളൊക്കെ കുത്തി കുടിക്കണി. ഞാൻ അവിടെ നോക്കി നടക്കുകയാണ്. ഞാൻ നോക്കി കാണിച്ചത് അതായി. അപ്പോഴാണ് ഞാൻ കാഴ്ച കൊണ്ടുപോയി. ഒരു ചിട്ടി കണ്ടു. ചെടിക്ക് പോണ്ട, ചിലപ്പോൾ പാമ്പുണ്ടായാലോ. അതുകൊണ്ടോ ചെടി. ആ ചെടീനെ ഞാൻ കണ്ടു കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് ചെടീനെ ഞാൻ കണ്ടു. എന്നിട്ട് ഞാൻ നടക്കുകയാണ്. വെറുതെ നടക്കുക വെറുതെ നടന്ന് എന്നിട്ട് അപ്പത്തിന് അച്ഛൻ വറകൊക്കെ വിട്ട് പൊളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അച്ഛൻ ഇതരെ വറക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പറയുക പോവാന്ന് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. ഒരു വടി കഷ്ണം ഞാൻ എൻ്റെ കണ്ണിൽ പെട്ടു. ഒരു വടി കഷ്ണം ഞാനത് പൊക്കിയെടുത്തുകൊണ്ട് പോയപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു വടി, അതിൻ്റെ മുകളിൽ എന്താ ചുണ്ട് പിടിച്ചെടുക്കണം. എന്തോ ചുണ്ട് പിടിച്ചെടുക്കണം. അതൊന്നും കാര്യമാക്കാതെ ഞാൻ അതെടുത്തോണ്ട് പോവാ കേട്ടോ ഗായ്സ്. അപ്പോൾ അതെടുത്തോണ്ട് പോവുകയാണേ. ഞാൻ കാര്യമാക്കാതെ ഞാൻ എടുത്തുകൊണ്ട് പോവാം. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റാറ് പച്ചേനൊന്നും അറിയില്ല. എന്നാലും ഞാൻ കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടേ അച്ഛൻ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അവിടെ എത്തിയിരുന്നു. ഞാൻ അവിടെ നടന്ന് അച്ഛൻ്റെ പിന്നിലുള്ള പരമ്പത്തിട്ടിരുന്നു. അതായിരുന്നു അച്ഛൻ. അച്ഛൻ കുറച്ച് ദൂരെ കടപ്പുണ്ടാവും. ഞാൻ അങ്ങനെ നടന്നിട്ടോ. അച്ഛനത്തെ അവിടെ ചില സെറ്റപ്പിലാണ്. ഞാൻ വരുമ്പോഴത്തേനും
പക്ഷെ അവിടുത്തെ പകുതി മുക്കല്ലേലും പിടിക്കണോന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നടക്കുകയാണ്. ഞാൻ നടന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അവിടെ അവസാനം എത്തി. ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അവിടെ എത്തി. എന്നിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോകട്ടെ കാശ്. ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, വടി ഉണ്ടായി പിടിച്ചിട്ട് അങ്ങനെ പോവുക. അച്ഛൻ അവിടെ ഉണ്ട്, എന്താ ഈ ദൂരമല്ലോ. അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. എന്താണെന്നറിയോ? നോക്കൂ, ഉണ്ടോ അവിടെ ഒരു പന വീണ് കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? എടുത്തന്നെ അവിടെ പന വീണ് കിടക്കുക. അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. പന എന്തെങ്കിലും ആവട്ടെ, പന വീണ് കിടക്കട്ടോ. അപ്പം അച്ഛൻ കൂടെ ഒക്കെ വെട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മരുന്ന് ഇതട്ടോ നമ്മുടെ മരുന്ന് കണ്ടോ. പുല്ലാനി എല്ലാന്ന് പുല്ലാനി ഇല എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾ പുല്ലാനി ഇല കണ്ടിട്ടുണ്ടോ? എന്നിട്ട് അച്ഛനിക്ക് കുറച്ച് പുല്ലാനി ഇല കൈ പിടിക്കാൻ തന്നിട്ടുണ്ട്. എന്താ പുല്ലാനി ഇല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് പുല്ലാനി ഇല. പുല്ലാനി ഇല ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ നടക്കുക. ഇത് വാഴത്തോട്ടാ. അപ്പോഴാണ് അവിടെ ഒരു വാഴത്തോട്ടം. അവിടെ ആയിട്ടൊരു വാഴത്തോട്ടം അവിടെ ആയിട്ടാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. വാഴത്തോട്ടം അവിടെ ആയിട്ടാണ്, മറ്റൊന്നും അറിയില്ല. എന്നാലും കാണിച്ചു നോക്കുകയാണ്. ആ ഏരിയയിൽ കൂടെ നോക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അതേ അവിടെ ആയിട്ട് വാഴത്തോട്ടം അവിടെ ആയിട്ട് ഉണ്ടോ? അവിടെ ആയിട്ടൊന്നും വാഴത്തോട്ടം എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അച്ചപ്പത്തേനും പുല്ലാണിയിലൊക്കെ ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനതൊക്കെ എടുക്കുക കേട്ടോ. അത് എടുക്കുന്നുണ്ടോ? നല്ല ഞാൻ എടുക്കുന്നു കേട്ടോ. പിന്നെ എൻ്റെ കുറച്ചും തളിക അച്ഛൻ്റെ ഒരു കാര്യം ഇപ്പോഴാണ് അമ്പലത്തിൽ പാട്ടൊക്കെ. ഒരു കൊമ്പായിട്ട് പറഞ്ഞു ഉണ്ടോ? ഞാനൊരു കൊമ്പങ്ങ് എടുത്തു. അയ്യോ, ഞാനൊരു കൊമ്പങ്ങ് എടുത്തോട്ടോ. പുല്ലാനിയില കൂടെ വേറെ വല്ല ഇലയും പെട്ടുണ്ടോയെന്നൊരു സംശയം. ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നൂല്ലേ കണ്ടിട്ട് അല്ലേ? അച്ഛാ, ഈ പുല്ലാനിയില ഇല്ലല്ലോ. പുല്ലാനിയിലെ കൂടെ വേറെ വല്ലതും പെട്ടുണ്ടോ? ഇല്ലല്ലേ, ഇല്ലല്ലേ, ഇതേ മാത്രമല്ലല്ലോ. ഞാൻ വട്ടം കഴിയും കൊണ്ടിരിക്കുക പുല്ലാനിയില പിടിച്ചിട്ട്. അപ്പത്തിനും അച്ഛൻ അവിടെ പുല്ലാനിയില പറിക്കാനുള്ള പുല്ലാനിയില പറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചേട്ടൻ പറിക്കാൻ നോക്കുന്നുണ്ട്. അപ്പത്തിൻ്റെ കാത്തു കേട്ടോ. അത് എടുത്തിട്ട് പോവാണ് കാത്തുകൊണ്ട്. എന്ത് നീം ട്രീ
ഞങ്ങൾ 2ാം ക്ലാസ്സിൽ പഠിച്ച നീം ട്രീ ഇവിടെ നിൽക്കുന്നു കേട്ടോ. നീം ട്രീ നല്ല കഴിക്കണല്ലേ എന്നൊക്കെ പറയണം. നീം ട്രീ ഇതാ നീം ട്രീ നല്ല കഴിക്കണല്ലേ എന്നൊക്കെ പറയണം. നീം ട്രീന് കഴിക്കല വീപ്പ് ഒക്കെ പറയും. ഞാനൊരു ദിവസം തിന്നുന്നുണ്ട് കേട്ടോ. അതൊരു ഔഷധ അത്ര ഇവിടെ മൊത്തം ഔഷധമാണെന്ന് തോന്നുന്നു. ഇതൊരു ഔഷധം അതൊരു ഔഷധം. അന്ന് വെച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയില് അച്ഛാ അച്ഛാ ഇത് കുമ്പളങ്ങ വള്ളിയാണോ? ഇത് ഇന്നെന്ത് വള്ളിയാ? അവിടെ ചെറിയ ചെറിയ വള്ളികളുണ്ട് ഇത്ര. ഓക്കെ ഞാൻ തലയിൽ വെക്കണം. ഒരു പണി കിട്ടിയിട്ടോ ഗൈസ്. എന്താണെന്നറിയോ? ഒരു പണി കിട്ടി. ഈ പുല്ലാണിയെല്ലാം തലയിൽ വെച്ചെടുക്കണം. അതാണ് എൻ്റെ ഫസ്റ്റത്തെ പണി. എന്താ പുല്ലാണിയുടെ അച്ഛൻ കെട്ടുണ്ട് കേട്ടോ. അച്ഛനെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പുല്ലാണിയുടെ. തരൂ പുല്ലാണിയില്ല. ഓ ഇതിപ്പോൾ ഇങ്ങനെ വെക്കേണ്ട നല്ലതെന്ന് തോന്നുന്നു. ഞാനങ്ങനെ പുല്ലാണി തലയിൽ വെച്ചു കിട്ടില്ല. ഫസ്റ്റായിട്ടില്ല പുല്ലാണിയിലയുടെ കൂട്ടിലായ പോലെ ഉണ്ടല്ലേ. ഞാൻ പക്ഷെ തലയിലല്ലേ വെക്കണേ. ഞാൻ തോളത്തായിരുന്നു. എന്നിട്ട് ഞാൻ നടക്കുക കേട്ടോ. എന്തൊക്കെയുണ്ട് മുഴുവൻ എൻ്റെ അച്ഛൻ എന്തൊക്കെ തരുന്നുണ്ട്. ഉണ്ടോ എന്തൊക്കെ തേങ്ങ നടക്കുന്നു കേട്ടോ. നടക്കുന്നുണ്ട് അച്ഛൻ നടക്കുന്നുണ്ട്. അച്ഛൻ എന്താണാവോ ഞാൻ ആലോചിച്ച് നടക്കുന്നു. എൻ്റെ അച്ഛൻ പറഞ്ഞു 2 വർഗ്ഗം കൂടി കിട്ടാണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല. ഞാനൊരു വീഡിയോ എടുക്കുന്നത്. അച്ഛനിട്ടൊരു പച്ചത്തണ്ടൊക്കെ കൊത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വർഗ്ഗ് ഈ പച്ചത്തറഞ്ഞ് ഇത് മതി അച്ഛനെ. എന്നിട്ട് അച്ഛൻ പറഞ്ഞു ഒരു 15 കൈ പിടിച്ച് പോകണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് മതി അച്ഛൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറയാനേ അവിടെ ഫസ്റ്റ് ഞാൻ ഒരു വീട്ടിലുണ്ടായിരുന്നു. അവിടെ അച്ഛൻ വർഗ്ഗ് കൊത്തി പിടിക്കാനും അവിടെ അച്ഛൻ കൊത്തിപ്പിടിക്കുന്നുണ്ട്. ഞാനെന്തോ ഇനി ഇല പിടിച്ചുകൊണ്ട് പോവാണ്. അതാ എനിക്ക് മനസ്സിലായി അവിടെ ആരോ വീഡിയോ എടുത്ത് വിസിലൂട്ടിട്ടോ. അപ്പം ദൂരേന്ന് കുറച്ച് കുട്ടികളും ഒരു താത്തി അവിടെ കളിക്കുന്നത് കണ്ടിട്ടോ. ഞാൻ അവിടെയാണ് തോന്നുന്നു വിസിലടിച്ചത്. അറിയില്ല. അച്ഛതാ വർഗ്ഗമൊക്കെ കെട്ടാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ വലിയൊരു വിറക് മറിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അച്ഛതാ കയറൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴത്തേന് ഞാൻ അച്ഛൻ കയർ കെട്ടുമ്പോഴത്തേന് പുല്ലാനിയില ഇവിടെ വെച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കട്ടെ. അവിടെ ഉണ്ടോ കുറേ കുട്ടികൾ കളിക്കുന്നത്? കാണാൻ പറ്റുന്നറിയില്ല. ഇവിടെ ഇട്ടാണ് ഉണ്ടോ അവിടെ ഇട്ട് കളിക്കുന്നുണ്ട്. അച്ഛൻ കയറിൻ്റെ കെട്ടൊക്കെ ഓടുന്നുണ്ട്. അങ്ങനെ കെട്ടി കഴിയാതായിട്ട് കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അച്ഛൻ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ടോ ഒരു വർഗ്ഗ് കൂടെ കെട്ടി കഴിഞ്ഞിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. മറ്റേ വർഗ്ഗ് അച്ഛൻ കിട്ടുന്നുണ്ട്. ഇനി 2ാം ട്രിപ്പ് വരുന്നതെന്നാണ് അച്ഛൻ പറയുന്നത്. 2ാം ട്രിപ്പിൽ ഞാനില്ല. അതിന് പകരം പിച്ചു ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാകും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാത്തത് വേഗം തന്നെ കാണുക. ഞാനങ്ങനെ നെക്സ്റ്റ് വീഡിയോ കാണിച്ചിട്ടുണ്ടാകും. അടുത്ത മുന്നിൽ നടക്കാൻ പോയി.
എന്താണെന്ന് അച്ഛൻ പറഞ്ഞിട്ട് പോയത്. എന്താ ഗായ്സ്, ഞാൻ നടക്കാൻ പോവാണ് ഗായ്സ്. അങ്ങനെ പറഞ്ഞിട്ടാ പോയത്. ഞാൻ നേരത്തെ കയറി കുന്ന് ഞാൻ കയറി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവിടെ കുട്ടികൾ കളിക്കണ്ടെന്ന്. അതാണ് കുട്ടികൾ കളിക്കണ്ടില്ല, അത് കുട്ടികളാട്ടോ കളിക്കണ്ടേ. അവിടെയൊക്കെ വരും തോന്നുന്നു. ഞാനപ്പം ഓട് കേട്ടോ ഗൈസ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരിത് എൻ്റെ പിന്നാലെ വേണ്ടിട്ടോ വിചാരിക്കും നിൽക്കാൻ. അത് ഞാനും ഇവിടെ ഒരു അടങ്ങിട്ട ഇതിൻ്റെ വിൻ്റെന്ന് തോന്നുന്നു. അത് അവിടെ ഉണ്ടല്ലോ അവര് അവിടെ ഇട്ടവര്. ഞാൻ പോകും കേട്ടോ ഗൈസ്. ഇതോടെ കളിച്ചിരുന്നു ഞാൻ പോവുക. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മീ കിട്ടോ ഒരു മിനിറ്റ്. ഞാൻ ഇരിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് എത്തുന്നില്ല. നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പാലത്താ എൻ്റെ അച്ഛൻ്റെ അടുത്ത് എത്താൻ ഇല്ല. അച്ഛതാ പാലത്തും എത്തി. ഞാനവിടെ പാടത്ത് അച്ഛൻ പാടത്ത്, ഞാൻ പാടത്ത്. അങ്ങനെ നടക്കുകയാണ്. ഞാൻ ഏകദേശം പാലത്തെത്തിണ്ട്. അച്ഛപ്പോൾ പാലത്തുനിന്ന് കഴിഞ്ഞിട്ട് റോഡിക്കെത്തി. ഞാൻ പാലത്ത് എത്തിയിട്ട് ഇതാണ് പാലം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാലാണ്. അങ്ങനെ ഞാൻ എത്തിയിട്ടുണ്ട്. ഞാൻ എത്തിയിട്ട് നോക്കണം. എത്തിന്ന് കണ്ടൊരു പട്ടി. ഞാൻ എത്തിന്ന് കണ്ടിട്ടോ പട്ടി. ആ പട്ടി തുറിച്ച് വെക്കണ്ടേ. പട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ തിന്നെ ഇവിടെ നിന്നൊക്കെ കഴിച്ചു നടക്കണം കേട്ടോ. നടക്കണം. അവിടെ ഏട്ടൻ അയ്യോ അച്ഛ ഏട്ടനവിടെ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഗായ്സ്. അമ്മൂമ്മ അവിടെ ഇതാക്കിണ്ട് കേട്ടോ. അമ്മൂമ്മ ഇതാണ് ഇതിലായിട്ട് നമ്മുടെ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണേ. എന്താ ചെടിക്ക് വെള്ളം ഒഴിച്ചെടുക്കുക, വെള്ളം ഇരിക്കുക കേട്ടോ.